പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ നിയമ ദൈവസഭ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമാണല്ലോ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ അതിൻ്റേതായ നിലയിൽ വളരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ക്രിസ്തു എന്ന തലയോളം നാം വളരണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ പുതിയ നിയമ ദൈവസഭയിലെ ഭരണക്രമങ്ങൾ നാം വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാലഘട്ടമാണിത്. ദൈവസഭകളിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ആത്മീയ വർധനവിന് എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനവിനുമാകുന്നു എന്നാണ് നാം കാണുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ആത്മീയ വർധനവിനായി സഭയുടെ നാഥനായ കർത്താവ് ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് സഭകളിൽ ഈ ശുശ്രൂഷാ ബന്ധങ്ങൾ വാസ്തവത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലന്മാർ ദൈവശുശ്രൂഷയുമായി അയക്കപ്പെടുന്നവരാണ്. അതുപോലെ സുവിശേഷകന്മാർ. ദൈവസഭകൾ വാസ്തവമായി ഇന്ന് ശുഷ്കിച്ച അവസ്ഥയിലാകുന്നതിൻ്റെ കാരണം സുവിശേഷകന്മാരില്ലാത്തതാണ്. സുവിശേഷാത്മാവുള്ള സുവിശേഷകന്മാർ ദൈവസഭയിലുണ്ടെങ്കിൽ ദൈവസഭയിൽ അനേക ആത്മാക്കളെ നേടുവാൻ തക്കണമിടയായി തീരും എന്നുള്ളത് കൊണ്ടാണ് ദൈവസഭയുടെ വളർച്ചയ്ക്കായി സുവിശേഷകരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയമിച്ചിരിക്കുന്നത്. പ്രവാചകന്മാർ. പ്രവചിക്കുന്നവൻ സഭയുടെ ആത്മീയ വർധനവിനായി പ്രവചിക്കുന്ന ഒന്നാണ്. അന്യഭാഷ പറയുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്ന ഒന്നാണ്. ഇന്നത്തെ പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ നാം വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പലപ്പോഴും ദൈവം അരുളി ചെയ്യാഞ്ഞിട്ടും അരുളി ചെയ്യുന്ന സ്ഥിതിഗതികളിലേക്ക് പ്രവാചകന്മാർ എത്തി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ശക്തമായി ശുശ്രൂഷ ചെയ്യപ്പെടുന്ന പ്രവാചകന്മാരുണ്ട്, അത് സത്യമാണ്. എന്നാൽ ഇന്ന് നാം സഭകളിൽ കാണപ്പെടുന്ന ഏറിയ പങ്കും വ്യക്തിജീവിതങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആലോചനകൾ പറയുന്നവർ, വ്യക്തിജീവിതങ്ങളുടെ ഉയർച്ചയെക്കുറിച്ച് പറയുന്നവർ, ഇങ്ങനെയുള്ള പ്രവചനങ്ങളാണ് നാം കാണുന്നത്. വ്യക്തിജീവിതങ്ങളുടെ കുറവുകളെ കാണുമ്പോൾ ആ മനുഷ്യൻ നീ തന്നെയെന്ന് രാജാവായ ദാവീദിനോട് പോലും മുഖത്തു നോക്കി വിരൽ ചൂണ്ടി ചോദിച്ച നാഥാൻ പ്രവാചകനെ പോലെ പ്രവചിക്കുന്ന എത്ര പ്രവാചകന്മാരുന്നുണ്ട്. പലപ്പോഴും ബിലയാമിനെ പോലെ കണ്ണു മഞ്ഞളിച്ച് സമ്മാനങ്ങൾക്ക് പിന്നാലെ പോയി ദൈവശിക്ഷയ്ക്ക് പാത്രീഭൂതരാകുന്നവരുടെ എണ്ണവും കുറവല്ല. ദൈവസഭയുടെ ആത്മീയ വർധനവിനാണ് സഭയിൽ ദൈവം പ്രവാചകനാക്കിയിരിക്കുന്നത്. ഒരു സഭയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ
വാസ്തവത്തിൽ ആ സഭയ്ക്ക് അദ്ദേഹത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത നിലയാണ് കണ്ടുവരുന്നത്. കാരണം അദ്ദേഹം പിന്നെ സഞ്ചരിച്ചുള്ള ശുശ്രൂഷകളാണ്. അദ്ദേഹം ഉൾപ്പെടുന്നതായ സഭയ്ക്ക് പലപ്പോഴും അദ്ദേഹത്തെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലാത്ത സ്ഥിതികളാണ്. ഇത്തരുണത്തിൽ പ്രവാചകന്മാരുടെ ശുശ്രൂഷകളെക്കുറിച്ച് വാസ്തവത്തിൽ നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഉപദേഷ്ടാക്കന്മാർ, ഇപ്പോൾ നാം സഭയിൽ കാണുന്ന ആകെപ്പാടെ ഇടയന്മാർ മാത്രമാണ്. ഇടയൻ തന്നെ ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യേണ്ടതായ ഒരു സാഹചര്യങ്ങൾ, സഭയുടെ ശുഷ്കിച്ച അവസ്ഥകൾക്ക് കാരണം സഭകൾ വളർച്ചയില്ലായ്മയിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാര്യവും അതാണ്. ദൈവം സഭയിലാക്കി വച്ചിരിക്കുന്നതായ ശുശ്രൂഷാബന്ധങ്ങളില്ലാതെ പലപ്പോഴും ഒരു ഇടയൻ തന്നെ ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യേണ്ടി വരുന്നു. ഇന്ന് സഭയിൽ ഉപദേഷ്ടാക്കന്മാരില്ലാത്ത സ്ഥിതിഗതികളുണ്ട്. ഇതൊക്കെ വാസ്തവത്തിൽ ദൈവസഭയുടെ അപചയങ്ങളാണ് എന്നുള്ളതിന് സംശയമില്ല. ഇനിയും ശുശ്രൂഷാബന്ധങ്ങളെ വിട്ട് നാം അപ്പുറത്തേക്ക് മാറിയാൽ പലപ്പോഴും ദൈവസഭയിൽ ആക്കി വയ്ക്കുന്ന ശുശ്രൂഷകന്മാർക്ക് ദൈവാത്മനിയോഗത്താൽ ശുശ്രൂഷിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് ഒട്ടുമിക്ക സഭകളിലും നിലനിൽക്കുന്നത് എന്നുള്ളതിന് സംശയമില്ല. ദൈവസഭാ ശുശ്രൂഷകരുമായി നാം സംസാരിച്ചാൽ അവർ ഹെൽപ്ലെസ്സാണ്. അവർക്കൊരു ശുശ്രൂഷയും അവരുടേതായ ദൈവിക നിയോഗത്താൽ ചെയ്യുവാൻ കഴിയാത്ത നിലയിൽ കമ്മിറ്റിക്കാരുടെയും സംഘത്തിൻ്റെയൊക്കെ പിടിയിൽ സഭ അമർന്നിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് പോലും വേർതിരിക്കപ്പെട്ടവർ ദൈവാത്മ നിറവും നല്ല സാക്ഷ്യവുമുള്ളവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് സഭ ഭരിക്കുന്ന കമ്മിറ്റിയുടെ തലവൻ, കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയൊക്കെ യോഗ്യത നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ദൈവസഭ ഇന്ന് ദൈവത്താൽ വിളിക്കപ്പെടാത്ത, തിരഞ്ഞെടുക്കപ്പെടാത്ത ചിലരുടെയൊക്കെ കൈകളിലാണ്. അത് പ്രാദേശിക സഭകളുടെ കാര്യമെങ്കിൽ മുകളിലേക്ക് നാം പോയാൽ കേന്ദ്രത്തിലും സെൻട്രലിലുമൊക്കെ നടക്കുന്നത് എത്ര വിചിത്രമായ കാര്യങ്ങളാണ്. എല്ലാം മാനുഷികമായുള്ള പ്രവർത്തനങ്ങളെക്കാൾ അധികം ദൈവസഭയിലേക്ക് കാര്യങ്ങൾ കടന്നു വന്നിരിക്കുന്നു. സ്തോത്രം. കേന്ദ്രത്തിൽ ഒരു തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പുകളൊക്കെ ലോകത്തിലെ ഗവൺമെൻറ്റുകളെ നയിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പിനേക്കാൾ എത്രയോ ഹീനവും നിന്ദ്യവുമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇതൊക്കെ ആത്മീയ ലോകത്ത് അഭികാമ്യമാണോ എന്ന് നാം പരിശോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇത്രമാത്രം ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാക്കി തിരഞ്ഞെടുക്കപ്പെടുന്നത്? ദൈവത്തിൻ്റെ സഭയുടെ പദവികളിൽ, സ്ഥാനങ്ങളിൽ ആയിരിക്കുവാൻ യോഗ്യരായവരെ ദൈവത്താലും ദൈവാത്മാവിനാലും അല്ലേ തിരഞ്ഞെടുക്കപ്പെടേണ്ടത്? ആ തിരഞ്ഞെടുപ്പിൽ ദൈവത്തിനോ ദൈവാത്മാവിനോ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അങ്ങനെ ഏറ്റവും അധപ്പതിച്ച രീതിയിൽ ഉള്ള തിരഞ്ഞെടുപ്പുകൾ കേന്ദ്ര ഘടകങ്ങൾ മുതൽ താഴേക്ക് പ്രാദേശിക സഭകൾ വരെ നിലനിൽക്കുന്നത് ദൈവസഭയുടെ അപജയത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ഇതിനെക്കുറിച്ചൊക്കെ ജീവിക്കുന്ന, ദൈവാത്മാവിൽ ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തിന് അനുസരിക്കുവാൻ തയ്യാറുള്ള, ദൈവാത്മാവിന് കീഴ്പ്പെടുന്ന, ദൈവവചനം അനുഷ്ഠിക്കുന്ന, യഥാർത്ഥമായി ജീവിക്കുന്ന ദൈവമക്കൾ ഇതിനെതിരായും എഴുന്നേൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്ന് ദൈവസഭകൾ പ്രാദേശികമായാലും സെൻട്രലായാലും കേന്ദ്രതലത്തിലായാലും അതെല്ലാം ചില തൽപര കക്ഷികളുടെ പിടിയിലകപ്പെട്ടിരിക്കുകയാണ്. ആത്മീയം പുറമേ കാണിക്കുന്നതല്ലാതെ ദൈവവചനാനുസൃതമുള്ള ഐക്യതയോ ആത്മാർത്ഥമായ ജീവിതമോ
ആത്മാർത്ഥമായി ദൈവവചനത്തോട് കൂറുപുലർത്തുന്ന യാതൊന്നുമില്ലാത്ത ഭരണ സംവിധാനങ്ങൾ കൊണ്ട് ദൈവസഭ അധപ്പതിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വരവേറ്റവും അടുത്തു എന്നുള്ളതിന് ഏറ്റവും വലിയ ലക്ഷണമാണതെന്നുള്ളതിന് സംശയമില്ല. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന വചനത്തിൽ നാം കാണുന്നുണ്ടല്ലോ. അധർമ്മം ലോകത്ത് പെരുകുന്നതല്ല, ദൈവസഭയിൽ അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. ദൈവമക്കളെ, ജാഗരൂകരാകാം. വചനാനുസൃതം ജീവിക്കുവാനും വിശുദ്ധിയുടെ തികവിൽ ദൈവഹിതാനുസരണം ശുശ്രൂഷ ചെയ്യുവാനും ദൈവദാസന്മാരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ആലോചനകൾ, ദൂതുകൾ ദൈവസഭയ്ക്ക് കൊടുക്കുവാൻ, ദൈവജനത്തെ വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും വചനാനുസൃതമുള്ള ആത്മീയ ജീവിതത്തിൻ്റെയും പാതയിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ശുശ്രൂഷ എന്ന് പറയുന്നത്, സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത് കേവലം നമ്മുടെ ഒരു അഹോവൃത്തിക്കുള്ളതല്ല, മറിച്ച് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയ ആത്മീയ ശുശ്രൂഷയാണ് എന്നുള്ള വലിയ കാഴ്ചപ്പാടോടെ തൽപരകക്ഷികളുടെയൊക്കെ എതിർപ്പുകളെ നോക്കാതെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ലഭ്യമാകുന്ന ദൂതുകൾ ദൈവസഭയ്ക്ക് നൽകി ദൈവസഭകൾ ശുദ്ധീകരണത്തിലേക്ക്, വിശുദ്ധിയുടെ തികവിലേക്ക്, വചനാനുസൃതമുള്ള ഒരാത്മീയ ജീവിതത്തിലേക്ക് നടത്തപ്പെടട്ടെ. അതിനായി സർവ്വകൃപാലുവായ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. അതിൽ നമുക്കിങ്ങനെ ഭാഗവാക്കുകാം എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിച്ച് തിരഞ്ഞെടുക്കാം. അതിനനുസരിച്ച് പ്രവർത്തിക്കാം. ദൈവം നമ്മയെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.